ഇടതുപക്ഷവുമായി സഹകരിച്ചതിൻ്റെ പേരിൽ യാതൊരുവിധ നേട്ടവുമില്ല, പകരം നഷ്ടം മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവ് ശ്രേയംസ് കുമാറിനും കെ.പി. മോഹനും ഉണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ്. കൃത്യമായും UDFിൻ്റെ പാളയത്തിലേക്ക് എത്താൻ തന്നെയാണ് ഇരുവരുടെയും ശ്രമം. RJDയെ കൃത്യമായി ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും എല്ലാ തരത്തിലും വിട്ടൊഴിഞ്ഞ് UDFിൻ്റെ ഭാഗമാക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ബീഹാറിൽ RJD കോൺഗ്രസ് ആണ് സഖ്യം. കേരളത്തിലും അതുപോലെ തന്നെ കോൺഗ്രസിനോടൊപ്പം നിൽക്കുക 2026 അധികാരത്തിലേക്ക് UDFിന് മടക്കി കൊണ്ടുവരാൻ വേണ്ടിയുള്ള കൃത്യമായ നീക്കങ്ങളാണ്. എന്നാൽ RJDയും അതുപോലെ തന്നെ JDSലെ ഒരു വിഭാഗവും ലയനത്തിലേക്ക് നീങ്ങുകയാണ്. നമുക്കറിയാം, മാത്യു ടി തോമസ് ഉൾപ്പെടെയുള്ളവർ ഇടതുപക്ഷവുമായുള്ള സഹകരണം അവസാനിപ്പിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. കൃത്യമായും മാത്യു ടി തോമസും കൃഷ്ണൻകുട്ടിയും പാർട്ടിയിലെ രണ്ട് ധ്രുവങ്ങളിൽ കഴിയുന്ന നേതാക്കന്മാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ രീതിയിലും പടലപ്പിണക്കമുണ്ട്. നിലവിൽ JDSന്റെ 2 MLA-മാരാണ് തിരുവല്ല MLA ആയിട്ടുള്ള മാത്യു ടി തോമസും അതുപോലെ തന്നെ ചിറ്റൂർ MLA ആയിട്ടുള്ള, പാലക്കാടുള്ള ചിറ്റൂരിലെ MLA ആയിട്ടുള്ള കൃഷ്ണൻകുട്ടി. പാലക്കാട് ചിറ്റൂരിൽ ഇനി ഒരിക്കൽ കൂടി കൃഷ്ണൻകുട്ടി മത്സരിക്കുകയാണെങ്കിൽ പരാജയം ഉറപ്പാണ്. അതുപോലെ മാത്യു ടി തോമസിനും ഇനി ഇടതുപക്ഷ ലേബലിൽ നിന്ന് അവിടെ വിജയിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയില്ല. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കി മാത്യു ടി തോമസ് കോൺഗ്രസിനോടൊപ്പം UDFിനോടൊപ്പം സഹകരിക്കാൻ കൃത്യമായ നീക്കം നടത്തുന്നത്. മാത്യു ടി തോമസ് RJDയിലേക്ക് വന്നാൽ ഇരു കൈയും നീട്ടി സ്വാഗതം ചെയ്യും എന്ന നീക്കമാണ് ഇപ്പോൾ ശ്രേയംസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നമുക്കറിയാം, RJDയെ സംബന്ധിച്ചിടത്തോളം ആകെ ഒരു സീറ്റ് മാത്രമേ കേരളത്തിലുള്ളൂ. അത് കൂത്തുപറമ്പ് നിയോജക മണ്ഡലമാണ്. അവിടെ മാത്രമാണ് കെ.പി. മോഹനൻ MLA ആയിട്ടുള്ളത്. അവിടെ മന്ത്രിസ്ഥാനം അദ്ദേഹത്തിന് നൽകാതിരിക്കാൻ, അതായത് ടേം കണ്ടീഷൻ പ്രകാരമുള്ള രാഷ്ട്രീയ സാഹചര്യം അദ്ദേഹത്തിന് 2.5 കൊല്ലം നൽകിയില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആന്റണി രാജുവിനും ഗണേഷ് കുമാറിനും 2.5 കൊല്ലം മാറി മാറി നൽകിയതും രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും അഹമ്മദ് ദേവർകോവിലിനും മാറി മാറി 2.5 കൊല്ലത്തോളം മന്ത്രിസ്ഥാനം നൽകിയതും ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ ഇടതുപക്ഷവുമായി സഹകരിക്കേണ്ടതിൻ്റെ അനിവാര്യത പോലും ഉണരുന്നില്ല എന്നുള്ളതാണ് RJDയുടെ നിഗമനം. അത് ശരിവെക്കുകയാണ് സംസ്ഥാന കമ്മിറ്റി. അത്തരത്തിൽ ഒരു നീക്കം സാധൂകരിക്കപ്പെടുകയാണ്. മാത്യു ടി തോമസും അവരോടൊപ്പം ലയനത്തിലേക്ക് നീങ്ങുകയാണ്. നമുക്കറിയാം, JDSന്റെ ദേശീയ കമ്മിറ്റി, പ്രത്യേകിച്ചും ദേവഗൗഡയുടെ മകനായ കുമാരസ്വാമി BJPയുമായി സഹകരിക്കുകയാണ്. ജനതാദൾ സെക്യുലർ കർണാടകത്തിൽ മാത്രമായി ഒതുങ്ങിയിരിക്കുന്ന ഒരു പാർട്ടിയാണ്. കേരളത്തിലും ഈ ഒരു രീതിയിലാണ് പോകുന്നത്. അധിക നാൾ ഇനി JDSന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കുമാരസ്വാമി ക്യാബിനറ്റ് മന്ത്രിയൊക്കെ ആണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ JDS കാര്യമായ ഒരു പ്രവർത്തനവുമില്ല. 2023 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കർണാടകയിൽ തകർന്നടിഞ്ഞ പാർട്ടിയാണ് JDS. അതുകൊണ്ട് ഇനി ഒരു തിരിച്ചുവരവില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ എടുക്കുന്ന തീരുമാനം ശരി തന്നെയാണ് എന്നാണ് മാത്യു ടി തോമസ് ഉറച്ചു വിശ്വസിക്കുന്നത്.